നമസ്കാരം പ്രിയപ്പെട്ടവരെ. സ്വാതന്ത്ര്യ സഫാരിയുടെ ഇന്നത്തെ യാത്ര എവിടേക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാങ്ങാങ്കുഴി എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലേക്കാണ്. അവിടെ സാല ദം ബിരിയാണി എന്ന് പറയുന്ന ഷോപ്പുണ്ട്. ആ ഷോപ്പിലെ ദം ബിരിയാണിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും എല്ലാം ഒന്ന് കണ്ട് പരിചയപ്പെട്ട് വരൂ. നമുക്കൊരു കിടുക്കാച്ചി ദം ബിരിയാണി പരിചയപ്പെടാം. പിന്നെ ഭക്ഷണമാണെങ്കിലും നമ്മള് പാത്രം നിറച്ച് വിളമ്പും. കാര്യം എന്താ വെച്ചാലേ ഒരാളെ ഈ ആഹാരം മേടിച്ചുകൊണ്ട് പോയിട്ട് നമ്മളെ പ്രാകൻ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിൽ കുറച്ചുള്ള ലാഭം മതി. അങ്ങനെ ദുരാഗ്രഹമൊന്നും ഇല്ല നമുക്ക്. പേര് ജമീല. ഞാൻ ആലപ്പുഴയായിരുന്നു. ഞങ്ങള് ഇവിടെ വന്ന് സ്ഥലം മേടിച്ചങ്ങനെ താമസിച്ചതാണ്. ഇപ്പൊ 3.5 വർഷമായി ഒരു കച്ചവടം തുടങ്ങി, ഈ ഒരു കട തുടങ്ങി. ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം നല്ല സപ്പോർട്ടാ. എല്ലാരും നല്ല കച്ചവടം കുഴപ്പമില്ല, നല്ല കച്ചവടം ഉണ്ട്. ഇപ്പൊ ഇതിനൊരു സമാധാനം വന്നു എനിക്ക്. എന്താന്ന് വെച്ചാ നമുക്കൊരു കച്ചവടം ചെയ്തേ പിടിച്ചു നിക്കാല്ല. അതൊരു അപ്പം ആലങ്കാവടി ജംഗ്ഷനിൽ തന്നെ ഇപ്പൊ കുറച്ച് നാൾ കൊണ്ട് ഉമ്മ ഇങ്ങനെ ഒരു ഷോപ്പ് ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ നല്ല അഭിപ്രായമാണ് ഈ ഒരു ബിരിയാണിക്ക്. ഇപ്പൊ നമ്മൾ ആദ്യം തന്നെ അവിടെ പോയിട്ട് ഈ ബിരിയാണി ചെയ്യുന്ന വീഡിയോയും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ ഇവിടെ വന്നിട്ട് ഈ പ്രോഡക്റ്റ് ഇപ്പൊ തന്നെ പാക്കിംഗ് സെക്ഷനിലേക്ക് ഉമ്മ കയറുകയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വണ്ടിക്കാരല്ല നാട്ടുകാരും വണ്ടിക്കാരും, കാരണം ജംഗ്ഷൻ ആയതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നാട്ടുകാരെ കൂടുതലും കൊണ്ടുപോകും ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ബിരിയാണി തികയാതെ വരികയാണ്. പിന്നെ ഭക്ഷണമാണെങ്കിലും നമ്മള് പാത്രം നിറച്ച് വിളമ്പും. കാര്യം എന്താ വെച്ചാലേ ഒരാളെ ഈ ആഹാരം മേടിച്ചുകൊണ്ട് പോയിട്ട് നമ്മളെ പ്രാകൻ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിൽ കുറച്ചുള്ള ലാഭം മതി. അങ്ങനെ ദുരാഗ്രഹമൊന്നും ഇല്ല നമുക്ക്. നമ്മുടെ ഈ ഷോപ്പ് വെള്ളിയാഴ്ച മാത്രം അവധിയാണ്. അവധിയാ.
അപ്പൊ ബാക്കി എല്ലാ ദിവസങ്ങളിലും എല്ലാ രണ്ട് ഐറ്റം ബിരിയാണിയാണ് ഇവിടെ കിട്ടുന്നത്, ചിക്കനും ബീഫും. ചിക്കനും ബീഫും. ചിക്കനും ബീഫിന് ഭയങ്കര വിലയായിരുന്നു, ഇച്ചിരി മടിച്ചതായിരുന്നു. എന്നാലും ബീഫുകാരിങ്ങനെ വന്ന് ബഹളം വെക്കുന്നോണ്ട് 130. $390. ഒരു കിറ്റ് മതിയാ? ഒരു കിറ്റ് മതിയാ? കിറ്റ് ഒരെണ്ണം മതിയോ? അപ്പൊ എല്ലാ പ്രിയ പ്രേക്ഷകരും മാങ്കാങ്കുഴി ജംഗ്ഷനിലെത്തുന്ന നമ്മുടെ ഈ പ്രേക്ഷകരാലും ഉണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഈ കടയിൽ കയറിയിട്ട് ഈ ബിരിയാണി ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കണം. സ്മാർട്ട് വൺ സഫാരിയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. അതിലെല്ലാവർക്കും നല്ലൊരു ഹായ്.